നമുക്ക് ഈ കുഴിയിൽ നിന്ന് തന്നെ തുടങ്ങാം. സ്കൂളിൽ പഠിക്കുന്ന കുട്ടികളെ നടന്നു പോകുന്ന റോഡാണിത്. ഒരു സൈഡിൽ റോഡ്, ഒരു സൈഡിൽ ചെളിക്കുണ്ട്. സ്കൂളിലെത്താൻ കുട്ടികൾ സർക്കസ് കളിക്കേണ്ടി വരും. ഇനി നമ്മുടെ ഉസ്മാൻ സ്വന്തം സ്കൂൾ കാണാൻ എങ്ങാനും ഈ വഴി വന്നാലുള്ള അവസ്ഥ ഒന്ന് ആലോചിച്ച് നോക്കൂ. ഉസ്മാൻ അന്ന് ചാടിക്കടന്ന മതിൽ ഇനി ആരും ചാടിക്കടക്കരുത് എന്ന ചിന്തയിൽ സ്കൂളുകാരെങ്ങാനും കിടങ്ങുണ്ടാക്കി വെച്ചിരിക്കുകയാണോ എന്ന് പോലും ഉസ്മാൻ ചിന്തിച്ചു പോകും. മതിലകത്തങ്ങാടിയിലൂടെ വണ്ടികൾ വരുന്ന സ്പീഡ് വൺ വേയിലൂടെ ഓടുന്ന പോലെയാണ്. സ്പീഡ് കൺട്രോൾ ചെയ്യാൻ സ്കൂൾ സമയത്ത് സജ്ജീകരണങ്ങളുണ്ട്. എങ്കിലും മറ്റ് സമയത്ത് അപകടങ്ങൾ സംഭവിക്കാൻ നടപ്പാത ഇല്ലാത്ത ഈ ഒരു അവസ്ഥ കാരണമാകും. ഇവിടെ നമ്മുടെ കിടങ്ങ് അവസാനിക്കുകയാണ്. ഇനി നമുക്ക് കാനയുടെ മുകളിലൂടെ സ്ലാബുകളിലൂടെ നടക്കാം. പല സ്ഥലത്തും പൊട്ടിപ്പൊളിഞ്ഞ് കുട്ടികളുടെ കാൽ ഉള്ളിൽപ്പെടാൻ പോലും സാധ്യതയുണ്ട്. ഇതൊരു ടീച്ചർ രക്ഷിതാക്കളെ അറിയിക്കേണ്ട അവസ്ഥ ഇനി ഒരു സ്കൂളിനും ഉണ്ടാകരുത്. ആ പൊളിഞ്ഞ ഭാഗങ്ങളൊക്കെ ഒന്ന് നോക്കിയേ. ഈ റോട്ടിലൂടെയാണ്, ഈ സ്ലാബുകൾക്ക് മുകളിലൂടെയാണ് കുട്ടികൾ നടന്നു പോകുന്നത്.